ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അരവിന്ദ്. പ്രധാന വാർത്തകൾ. HMP വൈറസ് ബാധ സംബന്ധിച്ച കാര്യങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്നും ആശങ്കപ്പെടേണ്ട സാഹചര്യം നിലവിലില്ലെന്നും ആരോഗ്യ മന്ത്രാലയം. ഡൽഹിയിൽ 12,200 കോടി രൂപയുടെ വികസന പദ്ധതികളുടെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്പസമയത്തിനകം നിർവഹിക്കും. പൌരന്മാരുടെ സ്വകാര്യ ഡേറ്റ സംബന്ധിച്ച അവകാശങ്ങൾ സംരക്ഷിക്കുകയാണ് കരട് ഡിജിറ്റൽ വ്യക്തിവിവര സുരക്ഷാ ചട്ടങ്ങൾ ലക്ഷ്യമിടുന്നതെന്ന് കേന്ദ്ര സർക്കാർ. ആഗോളതലത്തിൽ ഏറ്റവും വലിയ മൂന്നാമത്തെ മെട്രോ ശൃംഖലയെന്ന നേട്ടം സ്വന്തമാക്കി ഇന്ത്യൻ മെട്രോ. ഇന്ത്യയ്ക്കെതിരായ ബോർഡർ ഗവാസ്കർ ട്രോഫി ക്രിക്കറ്റ് പരമ്പര ഓസ്ട്രേലിയ സ്വന്തമാക്കി. അവസാന ടെസ്റ്റിൽ ഓസ്ട്രേലിയയ്ക്ക് 6 വിക്കറ്റ് ജയം. ISL ഫുട്ബോളിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് പഞ്ചാബ് FCയെ നേരിടും. വാർത്തകൾ വിശദമായി. HMP വൈറസ് ബാധ സംബന്ധിച്ച കാര്യങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്ന് കേന്ദ്ര സർക്കാർ. HMPV പരിശോധന നടത്തുന്ന ലാബുകളുടെ എണ്ണം വർദ്ധിപ്പിച്ചിട്ടുണ്ടെന്നും ഇതുമായി ബന്ധപ്പെട്ട അവലോകനം ICMR ഈ വർഷമുടനീളം നടത്തുമെന്നും ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കി. ഹെൽത്ത് സർവീസസ് ഡയറക്ടർ ജനറൽ അതുൽ ഗോയലിന്റെ അധ്യക്ഷതയിൽ കേന്ദ്ര സംയുക്ത നിരീക്ഷക സമിതി യോഗം ന്യൂഡൽഹിയിൽ ചേർന്നു. ആശങ്കപ്പെടേണ്ട സാഹചര്യം നിലവിലില്ലെന്നും പൊതുവായ മുൻകരുതലുകൾ സ്വീകരിക്കണമെന്നും ഡോക്ടർ അതുൽ ഗോയൽ പറഞ്ഞു. ICMR IDSP ശൃംഖലകളിലൂടെ ഇൻഫ്ലുവൻസ, ശ്വാസകോശ രോഗങ്ങൾ എന്നിവയും സമാനമായ രോഗലക്ഷണങ്ങളും നിരീക്ഷിച്ചു വരികയാണ്. ഇവയുടെ എണ്ണത്തിൽ ക്രമാതീതമായ വർധന റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ICMRന്റെ നേതൃത്വത്തിൽ നടത്തുന്ന അഡിനോ വൈറസ് RSV HMPV ടെസ്റ്റുകളിലും അസാമാന്യ വർധന കണ്ടെത്തിയിട്ടില്ല. ഡൽഹിയിൽ 12,200 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്പസമയത്തിനകം നിർവഹിക്കും. വിശദാംശങ്ങളിലേക്ക്. സാഹിബാബാദിനും ന്യൂ അശോക് നഗറിനുമിടയിൽ 4,600 കോടി രൂപയുടെ ഡൽഹി ഗാസിയാബാദ് മീററ്റ് നമോ ഭാരത് ഇടനാഴിയുടെ പൂർത്തിയായ 13 കിലോമീറ്റർ ഭാഗം പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും. നമോ ഭാരത് ട്രെയിനിലും അദ്ദേഹം യാത്ര ചെയ്യും. ഡൽഹി മെട്രോ 4ാം ഘട്ടത്തിലെ 2.8 കിലോമീറ്റർ പാതയുടെ ഉദ്ഘാടനവും ഡൽഹി മെട്രോ 4ാം ഘട്ടത്തിന്റെ 26.5 കിലോമീറ്റർ റിത്താല കുണ്ട്ലി ഭാഗത്തിന്റെ തറക്കല്ലിടലും പ്രധാനമന്ത്രി നിർവഹിക്കും. പ്രാദേശിക കണക്ടിവിറ്റി വർദ്ധിപ്പിക്കാനും ഡൽഹിയിലെ ജനങ്ങൾക്ക് യാത്രാ സൌകര്യം ഉറപ്പാക്കാനും ഈ പദ്ധതി സഹായിക്കും. ന്യൂഡൽഹിയിലെ രോഹിണിയിൽ സെൻട്രൽ ആയുർവേദ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ അത്യാധുനിക കെട്ടിടത്തിന് അദ്ദേഹം തറക്കല്ലിടും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. ഡൽഹിയെ സംബന്ധിച്ച് ഇന്ന് വളരെ പ്രധാനപ്പെട്ട ദിവസമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. തലസ്ഥാനത്തെ ആദ്യ നമോ ഭാരത് സർവീസിന് ഇന്ന് തുടക്കമാവുകയാണ്. അതോടൊപ്പം ഡൽഹി മെട്രോയുടെ വിപുലീകരണം ഉൾപ്പെടെ നിരവധി വികസന പദ്ധതികൾക്കും തുടക്കമാകും. ഡൽഹിയിൽ പ്രാദേശിക കണക്ടിവിറ്റി വിപുലീകരിക്കുന്നതിനൊപ്പം ജനങ്ങൾക്ക് മികച്ച യാത്രാ സൌകര്യമൊരുക്കാനും കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് ശ്രീ മോദി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ആഗോളതലത്തിൽ ഏറ്റവും വലിയ മൂന്നാമത്തെ മെട്രോ ശൃംഖലയെന്ന നേട്ടം സ്വന്തമാക്കി ഇന്ത്യൻ മെട്രോ. നിലവിൽ 1000 കിലോമീറ്ററാണ് രാജ്യത്തെ മെട്രോ ശൃംഖല. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പുതിയ മെട്രോ പദ്ധതികളും നമോ ഭാരത് പദ്ധതിയും പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് ഈ നേട്ടം. 2002ലാണ് രാജ്യത്ത് ആധുനിക മെട്രോ ആരംഭിച്ചത്. കഴിഞ്ഞ ദശകത്തിൽ മെട്രോ ശൃംഖലയുടെ വളർച്ചയിൽ 3 ഇരട്ടി വർധനവ് ഉണ്ടായിട്ടുണ്ട്. പൌരന്മാരുടെ സ്വകാര്യ ഡേറ്റ സംബന്ധിച്ച അവകാശങ്ങൾ സംരക്ഷിക്കുകയാണ് കരട് ഡിജിറ്റൽ പേഴ്സണൽ ഡാറ്റ പ്രൊട്ടക്ഷൻ ചട്ടങ്ങൾ ലക്ഷ്യമിടുന്നതെന്ന് കേന്ദ്ര സർക്കാർ. 2023ലെ ഡിജിറ്റൽ പേഴ്സണൽ ഡേറ്റ പ്രൊട്ടക്ഷൻ ആക്ടിന് അനുസൃതമായി വ്യക്തിഗത ഡേറ്റ സംരക്ഷണത്തിന് മികവുറ്റ ചട്ടക്കൂട് സൃഷ്ടിക്കാൻ കരട് ചട്ടങ്ങൾ ലക്ഷ്യമിടുന്നു. വിഷയവുമായി ബന്ധപ്പെട്ട വിദഗ്ധരുടെ അഭിപ്രായങ്ങളുടെയും പഠനങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് ഇവ രൂപീകരിച്ചത്. കരട് സംബന്ധിച്ച അഭിപ്രായങ്ങൾ അടുത്ത മാസം 18 വരെ MyGov പ്ലാറ്റ്ഫോമിലൂടെ പൊതുജനങ്ങൾക്കുൾപ്പെടെ പങ്കുവയ്ക്കാമെന്നും സർക്കാർ വ്യക്തമാക്കി. കരട് ഡിജിറ്റൽ വ്യക്തിവിവര സുരക്ഷാ ചട്ടങ്ങളിൽ 3 പ്രധാന ഘടകങ്ങൾ അടങ്ങിയിട്ടുണ്ടെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് ആകാശവാണി വാർത്തകളോട് പറഞ്ഞു. പൌരന്മാരുടെ വ്യക്തിഗത വിവരങ്ങൾ പരിരക്ഷിക്കുന്നതിനുള്ള വ്യവസ്ഥകൾ, കുട്ടികൾ അഭിമുഖീകരിക്കാനിടയുള്ള ഡിജിറ്റൽ അപകട സാധ്യതകൾ തടയുന്നതിനുള്ള നടപടികൾ, പൌരന്മാരെ അവരുടെ അവകാശങ്ങൾ എളുപ്പത്തിൽ വിനിയോഗിക്കാൻ പ്രാപ്തരാക്കുന്ന വ്യവസ്ഥകൾ എന്നിവയാണ് ആ 3 പ്രധാന ഘടകങ്ങളെന്ന് കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. മാതൃഭാഷയെ സംരക്ഷിക്കാൻ എല്ലാവർക്കും ഉത്തരവാദിത്തമുണ്ടെന്നും മാതൃഭാഷയ്ക്ക് ദേശീയ വിദ്യാഭ്യാസ നയത്തിൽ മുന്തിയ പരിഗണനയാണ് നൽകുന്നതെന്നും കേന്ദ്രമന്ത്രി ജി കിഷൻ റെഡ്ഡി. ഹൈദരാബാദിൽ നടക്കുന്ന ലോക തെലുങ്ക് ഭാഷാ കോൺഫെഡറേഷൻ യോഗത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഡിജിറ്റൈസേഷനിലൂടെ തെലുങ്ക് ഭാഷയിലെ പുസ്തകങ്ങളെ ഭാവി തലമുറകൾക്കായി കാത്തുവയ്ക്കേണ്ടതുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു.
ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ച് ബിജെപി 29-അംഗ സ്ഥാനാർത്ഥി പട്ടികയാണ് പുറത്തുവിട്ടത്. ന്യൂഡൽഹി മണ്ഡലത്തിൽ മുൻ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെതിരെ മുൻ എംപി പർവേഷ് സാഹിബ് സിംഗ് വർമ്മയാണ് മത്സരിക്കുന്നത്. നിലവിലെ മുഖ്യമന്ത്രി അതിഷിക്കെതിരെ കൽക്കാജി മണ്ഡലത്തിൽ രമേശ് ബിദൂരി മത്സരിക്കും. ഡൽഹി മുൻ ബിജെപി അധ്യക്ഷൻ സതീഷ് ഉപാധ്യായ മാളവ്യ നഗറിലും അടുത്തിടെ ബിജെപിയിൽ ചേർന്ന എഎപി നേതാവ് കൈലാഷ് ഗെഹ്ലോട്ട് ബിജ്വാസർ സീറ്റിലും മത്സരിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AIR News _ X ഹാൻഡിലും ലഭ്യമാണ്. ഇന്ന് ദേശീയ പക്ഷിദിനം. പക്ഷികളുടെ പ്രാധാന്യത്തെക്കുറിച്ചും അവയുടെ ആവാസ വ്യവസ്ഥകളെക്കുറിച്ചും അവബോധം സൃഷ്ടിക്കുന്നതിനാണ് എല്ലാ വർഷവും ജനുവരി 5-ന് ഈ ദിനം ആഘോഷിക്കുന്നത്. പക്ഷികളുടെ പാരിസ്ഥിതിക പ്രാധാന്യവും അവയെ സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകതയും ദിനാഘോഷം ലക്ഷ്യമിടുന്നു. ISL ഫുട്ബോളിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് പഞ്ചാബ് FC നേരിടും. രാത്രി 7:30-ന് ഡൽഹി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലാണ് മത്സരം. സിഡ്നിയിൽ നടന്ന ബോർഡർ ഗവാസ്കർ ട്രോഫിയിലെ അവസാന ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യയ്ക്കെതിരെ ഓസ്ട്രേലിയയ്ക്ക് 6 വിക്കറ്റ് ജയം. മത്സരത്തിന്റെ മൂന്നാം ദിനം 6 വിക്കറ്റ് നഷ്ടത്തിൽ 141 റൺസ് എന്ന നിലയിൽ രണ്ടാം ഇന്നിംഗ്സ് പുനരാരംഭിച്ച ഇന്ത്യ 157 റൺസിന് എല്ലാവരും പുറത്തായി. 162 റൺസ് വിജയലക്ഷ്യം 4 വിക്കറ്റ് നഷ്ടത്തിൽ ഓസ്ട്രേലിയ മറികടന്നു. ഇതോടെ 5 മത്സരങ്ങളടങ്ങിയ പരമ്പര ഓസ്ട്രേലിയ 3-1 സ്വന്തമാക്കി. പരമ്പരയിലാകെ 32 വിക്കറ്റ് വീഴ്ത്തിയ ഇന്ത്യയുടെ ജസ്പ്രീത് ബുംറയാണ് പ്ലെയർ ഓഫ് ദി സീരീസ്. മധ്യപ്രദേശിലെ ഖാണ്ഡ്വ ജില്ലയിലെ ഓംകാരേശ്വർ ഫ്ളോട്ടിംഗ് സോളാർ പദ്ധതി കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി പരിശോധിച്ചു. മധ്യപ്രദേശിലെ ആദ്യത്തേതും രാജ്യത്തെ ഏറ്റവും വലിയ ഫ്ളോട്ടിംഗ് സോളാർ പ്രോജക്ടുകളിലൊന്നുമാണ് ഓംകാരേശ്വറിലേത്. ഇത്തരം പദ്ധതികൾ രാജ്യത്ത് പലയിടത്തും ആവർത്തിക്കാൻ കഴിയുമെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു. ഈ മേഖലയിൽ 90 ജിഗാവാട്ടിന്റെ സാധ്യത രാജ്യത്തുണ്ടെന്നും ഇത് യാഥാർത്ഥ്യമാക്കുന്നതിന് പരിശ്രമിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. जो सोलार ओवरऑल रिन्यूएबल एनर्जी में माननीय प्रधानमंत्री जी के नेतृत्व में एक क्रांति हो रहा है देश में. भारत विश्व के लीडर बन रहे हैं रिन्यूएबल एनर्जी सेक्टर में. तो इसलिए ये प्रोजेक्ट जो है दिस इज वन ऑफ इट्स काइंड. ये तो अपने आप में एक अनोखी प्रोजेक्ट है. इसी के साथ जो इसका बाकी देश के और कई जगह है जहां पोटेंशियल है वहां कैसे कर सकते हैं ये भी मेरा मन में है. 2 ദിവസത്തെ സന്ദർശനത്തിനായി US ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ജെയ്ക്ക് സള്ളിവൻ ഇന്ന് ന്യൂഡൽഹിയിലെത്തും. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലുമായി അദ്ദേഹം ചർച്ച നടത്തും. ബഹിരാകാശം, പ്രതിരോധം, ഇന്തോ പസഫിക് മേഖലയിലെ സുരക്ഷാ മുൻഗണനകൾ, സാങ്കേതിക സഹകരണം ഉൾപ്പെടെ വിവിധ വിഷയങ്ങൾ ചർച്ചയാകും. വിദേശകാര്യമന്ത്രി S ജയശങ്കറുമായും ജെയ്ക്ക് സള്ളിവൻ കൂടിക്കാഴ്ച നടത്തും. ഇന്ത്യയും ബംഗ്ലാദേശും തടവിലാക്കിയിരുന്ന 185 മത്സ്യത്തൊഴിലാളികളെ ഇന്ന് പരസ്പരം കൈമാറും. ബംഗ്ലാദേശിൽ നിന്ന് 95 ഇന്ത്യൻ മത്സ്യത്തൊഴിലാളികളെയാണ് വിട്ടു നൽകുക. 2 മാസത്തിലേറെയായി ഇവർ ബംഗ്ലാദേശ് ജയിലിൽ തടവിലായിരുന്നു. പകരം ഇന്ത്യയിൽ നിന്ന് 90 ബംഗ്ലാദേശി മത്സ്യത്തൊഴിലാളികളെയും മോചിപ്പിക്കും. പിടിച്ചെടുത്ത 8 മത്സ്യബന്ധന യാനങ്ങളും ഇരു രാജ്യങ്ങളും കൈമാറും. 63ാമത് കേരള സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ 2ാം ദിനം വിവിധ വേദികളിലായി മത്സരങ്ങൾ പുരോഗമിക്കുന്നു. മുൻ നിശ്ചയിച്ച പ്രകാരമുള്ള 60ഓളം ഇനങ്ങളാണ് ഇന്ന് അരങ്ങേറുന്നത്. പോയിന്റ് പട്ടികയിൽ 225 പോയിന്റുമായി കണ്ണൂരാണ് മുന്നിൽ. തരിശു നിലങ്ങൾ മുഴുവൻ പ്രയോജനപ്പെടുത്തി കൃഷി സമൃദ്ധി പദ്ധതി നടപ്പാക്കാനാണ് കേരള സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് മന്ത്രി MB രാജേഷ്. തൃത്താലയിൽ പദ്ധതിയുടെ ആലോചനാ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. കാർഷികോൽപ്പന്നങ്ങളുടെ വിപണനവും മൂല്യവർദ്ധനവും കണ്ടറിഞ്ഞ് പ്രാദേശിക തലത്തിൽ കൃഷി ആസൂത്രണം ചെയ്ത് നടപ്പാക്കുന്ന പദ്ധതിയാണിത്. ഛത്തീസ്ഗഡിൽ സുരക്ഷാ സേനയുമായുള്ള ഏറ്റുമുട്ടലിൽ 4 മാവോയിസ്റ്റുകൾ കൊല്ലപ്പെട്ടു. ഒരു സുരക്ഷാ ഉദ്യോഗസ്ഥനും വീരമൃത്യു വരിച്ചു. കൊല്ലപ്പെട്ട മാവോയിസ്റ്റുകളുടെ മൃതദേഹങ്ങൾ സുരക്ഷാസേന കണ്ടെടുത്തു. AK-47, സെൽഫ് ലോഡിംഗ് റൈഫിൾ എന്നിവയുൾപ്പെടെ നിരവധി ആയുധങ്ങളും വെടിക്കോപ്പുകളും സംഭവസ്ഥലത്ത് നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. HMP വൈറസ് ബാധ സംബന്ധിച്ച കാര്യങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്നും ആശങ്കപ്പെടേണ്ട സാഹചര്യം നിലവിലില്ലെന്നും ആരോഗ്യ മന്ത്രാലയം. ഡൽഹിയിൽ 12,200 കോടി രൂപയുടെ വികസന പദ്ധതികളുടെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്പസമയത്തിനകം നിർവഹിക്കും. പൌരന്മാരുടെ സ്വകാര്യ ഡേറ്റ സംബന്ധിച്ച അവകാശങ്ങൾ സംരക്ഷിക്കുകയാണ് കരട് ഡിജിറ്റൽ വ്യക്തിവിവര സുരക്ഷാ ചട്ടങ്ങൾ ലക്ഷ്യമിടുന്നതെന്ന് കേന്ദ്ര സർക്കാർ. ആഗോളതലത്തിൽ ഏറ്റവും വലിയ 3ാമത്തെ മെട്രോ ശൃംഖലയെന്ന നേട്ടം സ്വന്തമാക്കി ഇന്ത്യൻ മെട്രോ. ഇന്ത്യയ്ക്കെതിരായ ബോർഡർ ഗവാസ്കർ ട്രോഫി ക്രിക്കറ്റ് പരമ്പര ഓസ്ട്രേലിയ സ്വന്തമാക്കി. അവസാന ടെസ്റ്റിൽ ഓസ്ട്രേലിയയ്ക്ക് 6 വിക്കറ്റ് ജയം. ISL ഫുട്ബോളിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് പഞ്ചാബ് FCയെ നേരിടും.
വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.